Hi friends, Assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്തിരിക്കുന്നത് ചിക്കൻ പെഷാവരി കറാഹിയാണ്. നല്ലൊരു അടിപൊളി ചിക്കൻ ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഡിഷ് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ പാകിസ്ഥാനി ഫ്രണ്ടായ കിരണാണ്. അപ്പോൾ താങ്ക് യു കിരൺ ഫോർ ടീച്ചിങ് മീ ദിസ് റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാൻ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാനിവിടെ ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ചിക്കനെ ഏകദേശം വലിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വറ്റി ചിക്കൻ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല, പ്ലെയിൻ ചിക്കനാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇവിടെ 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതോടെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ബാക്കി നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ. നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചിക്കന് ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി ചിക്കന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ് മസാല പൗഡർ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മസാല പൗഡർ മാത്രമാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് വന്നിട്ട് ഷാൻ്റെ കറായി മസാല പൗഡറാണ്. ഈ ഒരു മസാല പൗഡറിൽ തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈവൻ ഉപ്പ് പോലും നമ്മൾ ഇതിലോട്ടേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി മസാല പൗഡർ ആട്ടോ ഇത്. നമുക്ക് ചിക്കൻ ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചിട്ട് നമ്മൾ മസാല പൗഡർ ആഡ് ചെയ്യുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ കറായി മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കനിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതങ്ങ് എടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. പൗഡർ ഇട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോസ് ആണ്. അപ്പോൾ ഞാനിവിടെ 3 വലിയ ടൊമാറ്റോസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു സൈസിലുള്ള 3 വലിയ തക്കാളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മീഡിയം സൈസുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ 4-5 എണ്ണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി 2 മിനിറ്റിന് ശേഷം മൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. തക്കാളി മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 6 പച്ചമുളക് കട്ട് ചെയ്യാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വറ്റിച്ച് നമുക്കിതൊരു നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ട് മാറ്റിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെമൺ ജ്യൂസ് നമ്മൾ തക്കാളി ഇടുന്ന സമയത്ത് ആഡ് ചെയ്യേണ്ടതാണ്. എന്നോട് അവിടെ നിന്ന് അത് സ്കിപ്പ് ചെയ്ത് പോയതുകൊണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കൈ നിറയെ മല്ലിയില, അതോടെ മല്ലിയില അരിഞ്ഞതോടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറാഹിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതിനേക്കാളും ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ യോഗേർട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ചിക്കൻ പെഷാവരി കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആൻഡ് സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. കൂടാതെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.